നമസ്കാരം. മധ്യപ്രദേശ് ജബൽപൂരിലെ ബോട്ട് ദുരന്തമാണ് രാജ്യത്തെ നടുക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബോട്ട് മറിഞ്ഞാണ് ദുരന്തം. മരണത്തിൽ മകനെ ചേർത്ത് പിടിച്ച അമ്മയുടെ ദൃശ്യങ്ങളാണ് വേദനിപ്പിക്കുന്ന അനുഭവമായി പടരുന്നത്. ഇതുവരെ 9 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. മരിച്ചവരിൽ 4 വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. 3 കുട്ടികളടക്കം 4 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. 28 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജബൽപൂരിലെ ബാർഗി ഡാം പ്രദേശത്ത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത്. 90ഓളം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബോട്ടിൽ 40ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. വൈകുന്നേരമാണ് ബോട്ട് യാത്ര തുടങ്ങിയത്. മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ബോട്ട് അധികൃതർ അവഗണിച്ചു. ഇതാണ് ദുരന്തത്തിന് കാരണമായത്. ബാർഗി ഡാം റിസർവോയറിലുണ്ടായ ക്രൂസ് ബോട്ട് അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബോട്ട് അധികൃതർക്കുണ്ടായ സുരക്ഷാ വീഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബോട്ടിൽ വെള്ളം നിറഞ്ഞപ്പോഴാണ് ലൈഫ് ജാക്കറ്റിന്റെ കെട്ട് പൊട്ടിച്ച് വിതരണം ചെയ്യുന്നത്. ഇതിനിടെ ജാക്കറ്റിനായി പിടിവലിയുമുണ്ടായി. പലർക്കും ജാക്കറ്റ് ലഭിച്ചില്ല. ഇതിനിടയിൽ ബോട്ടിൽ വെള്ളം നിറയുകയും ബോട്ട് ഒരു വശത്തേക്ക് മറിയുകയും ഡാമിൽ മുങ്ങുകയും ചെയ്തു. ലൈഫ് ജാക്കറ്റിനുള്ളിൽ കെട്ടിപ്പിടിച്ച നിലയിലാണ് യുവതിയുടെയും 4 വയസ്സുകാരൻ മകന്റെയും മൃതദേഹം കണ്ടെടുത്തത്. ഈ കാഴ്ചയാണ് ദുരന്തത്തിൽ നൊമ്പരമായി മാറിയത്. ബോട്ട് യാത്ര തുടങ്ങും മുൻപ് തന്നെ ലൈഫ് ജാക്കറ്റ് എല്ലാവർക്കും നൽകണം. ഇത് എല്ലാവരും ധരിച്ചില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം യാത്ര തുടങ്ങാൻ. ഇത്തരത്തിലുള്ള പ്രാഥമിക സുരക്ഷ പോലും അധികൃതർ പാലിച്ചിരുന്നില്ല. പെട്ടെന്ന് കാറ്റ് വന്നു, കാലാവസ്ഥയിലും മാറ്റം വന്നു. എന്നാൽ ബോട്ട് അധികൃതർ യാത്ര തുടരുകയാണ് ചെയ്തത്. ബോട്ടിൽ വെള്ളം കയറിയതോടെ യാത്രക്കാർ ഒരു വശത്തേക്ക് മാറിയതോടെ ബോട്ട് ചെരിയുകയും മറിയുകയും ചെയ്തു. ബോട്ട് ദുരന്തത്തെ തുടർന്ന് സർക്കാർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ബോട്ട് ഓടിച്ച മഹേഷ് പട്ടേൽ, സഹായി, ടിക്കറ്റ് കൗണ്ടർ ഇൻചാർജ് എന്നിവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ടൂറിസം വകുപ്പ് വഴി ക്രൂയിസ് പ്രവർത്തനങ്ങൾക്കായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം രൂപീകരിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചത്.